നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1037th day. Today 45th sloka of Pradhamaskandam 13th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം. ഓം ശ്രീകൃഷ്ണായ നമ. 1037 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 45ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 45ാമത്തെ ശ്ലോകം. കാലകർമ്മഗുണാദീനോ ദേഹോയം പാഞ്ചഭൗതിക കഥമന്യാംസ്തു ഗോപായേത് സർപ്പഗ്രസ്തോ യഥാ പരം. ഓം തത്സത്. കാലകർമ്മഗുണാദീനോ ദേഹോയം പാഞ്ചഭൗതിക കഥമന്യാംസ്തു ഗോപായേത് സർപ്പഗ്രസ്തോ യഥാ പരം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് കാലകർമ്മ ഗുണാധീന ദേഹം അയം പാഞ്ചഭൗതിക കഥം അന്യാൻ തു ഗോപായേത് സർപ്പഗ്രസ്ത യഥാ പരം. അതായത് കാലകർമ്മ ഗുണാധീന, കാലം, കർമ്മം, ഗുണം ഇവയ്ക്ക് അധീനമായും പാഞ്ചഭൗതിക പഞ്ചഭൂത വികാരവുമായിരിക്കുന്ന അയം ദേഹം, ഈ ശരീരം, സർപ്പഗ്രസ്ത സർപ്പത്താൽ ഗ്രസിക്കപ്പെട്ടവൻ, അപരം യഥ അപരം യഥ യഥാപരം എന്നുള്ളത് അപരം യഥ എന്നാണ് പദം പിരിച്ച് പറയേണ്ടത്. യഥാ അപരം. അപരം യഥ അന്യനെ ഏതുവിധമോ അതുപോലെ അന്യന്മാരെ കഥം എങ്ങനെ ഗോപായേത്, ഗോപായേത് എന്ന് പറഞ്ഞാൽ രക്ഷിക്കും, എങ്ങനെ സംരക്ഷിക്കും. അതായത് ഗുണങ്ങളുടെ കാലം, കർമ്മം, ഗുണം ഇവയൊക്കെ അധീനമായിട്ടിരിക്കുന്ന പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന, പഞ്ചഭൂതങ്ങളുടെ ചേർച്ച കൊണ്ട് ഉണ്ടാവുകയും പഞ്ചഭൂതങ്ങളുടെ വിയോഗം കൊണ്ട് നശിക്കുകയും ചെയ്യുന്ന ഈ ശരീരം എപ്പോഴും സർപ്പം കൊണ്ട്, അതായത് മരണം, കാലം, സർപ്പത്തിൻ്റെ വായിൽ കുടുങ്ങിയിരിക്കുന്ന ഒരുത്തനെ പോലെ ഉള്ള ഈ ശരീരം, എപ്പോഴും നശിക്കാൻ സ്ഥിതിയുള്ള ഈ ശരീരം മറ്റൊരു ശരീരത്തെ, ഇതേപോലെ കാലത്തിനെ കൊണ്ടും ഗുണത്തിനെ കൊണ്ടും ഉണ്ടാക്കപ്പെട്ട പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട വേറൊരു ശരീരത്തെ എങ്ങനെ രക്ഷിക്കും? അതായത് നാം തന്നെ നശിക്കാൻ ഉള്ളതാണ്, നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ ശരീരം എന്നൊരു ശരീരത്തെ ഞാൻ രക്ഷിക്കും എന്ന് പറയുന്നത് എന്തൊരു മൂഢത്വമാണ്, എങ്ങനെയാണ് സാധിക്കുക എന്ന് പറയുകയാണ്. അതായത് ഈശ്വരേച്ഛയല്ലാതെ വേറെയൊന്നും ഒരാളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും സാധിക്കുകയില്ല. അങ്ങനെ നാം ചെയ്യുന്നു, ഞാൻ കർത്താവ് എന്ന് വിചാരിക്കുന്നത് മൂഢത്വമാണ് എന്ന് നാരദർ ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിന് ഉദാഹരണം പറയുകയാണ്. സർപ്പത്താൽ ഗ്രസിക്കപ്പെട്ടവൻ വേറൊരു ആളെ എങ്ങനെ, സർപ്പത്തിൻ്റെ വായിലുള്ള ഒരാളെ എങ്ങനെ രക്ഷിക്കും? കാലകർമ്മം കൊണ്ട് ഗ്രസിക്കപ്പെട്ട ഒരു മനുഷ്യനെ, സർപ്പത്തിൻ്റെ വായിലിരിക്കുന്ന ഒരു മനുഷ്യൻ എന്തെന്നാൽ ഏതു നിമിഷവും മരണപ്പെടാം. ആ സർപ്പം വായടച്ചാൽ അദ്ദേഹം വിഴുങ്ങും. അങ്ങനെയുള്ള ഒരാൾ വേറൊരു സർപ്പത്തിൻ്റെ വായിലുള്ള ഒരാളെ രക്ഷിക്കും എന്ന് ചിന്തിക്കുന്നത് എത്ര മൂഢത്വമാണ് എന്ന് പറയുകയാണ്. സർപ്പത്തിൻ്റെ വായിൽ കുടുങ്ങിയിരിക്കുന്ന ഒരാൾ എന്നൊരു സർപ്പത്തിൻ്റെ വായിൽ കുടുങ്ങിയിരിക്കുന്ന ഒരാളെ താനാണ് രക്ഷിക്കുക, അല്ലെ താൻ രക്ഷിക്കണം എന്ന് കരുതുന്നത് എന്ത് വിഡ്ഢിത്തമാണ് എന്ന് ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുക്കുക. എന്തെന്നാൽ താനില്ലാതെ, തങ്ങളുടെ സംരക്ഷണമില്ലാതെ അച്ഛനമ്മമാർക്ക് എന്ത് സംഭവിച്ചിരിക്കും എന്ന് കരുതി വിഷമിക്കുകയാണ് ധർമ്മപുത്രർ. വിതുരരും
ധൃതരാഷ്ട്രം കാന്താരിയും വീട് വിട്ടിറങ്ങിപ്പോയത്, രാജധാനി വിട്ടു പോയതിൻ്റെ ദുഃഖത്തിലാണ്. അവർക്ക് എന്തെങ്കിലും ആപത്ത് താനില്ലാത്തതിനാൽ, തങ്ങളുടെ സംരക്ഷണമില്ലാത്തതിനാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതിന് നാരദർ പറയുകയാണ്, താൻ തന്നെ മരണത്തിൻ്റെ വക്രത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ മറ്റൊരു മരണവക്രത്തിൽ അകപ്പെട്ടിരിക്കുന്നവനെ എങ്ങനെ സംരക്ഷിക്കാനാണ്? നമ്മളാണ് കർത്താവ്, നമ്മളെക്കൊണ്ടാണ് എല്ലാം നടക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് മൂഢത്വമാണ് എന്ന് വിശദീകരിക്കുകയാണ് അദ്ദേഹം ഉദാഹരണസഹിതം. ഓം തത്സത്. ശ്ലോകം ഒരിക്കൽ കൂടി. കാലകർമ്മഗുണാധീനോ ദേഹോയം പാഞ്ചഭൗതിക കഥമന്യാംസ്തു ഗോപായേ സർപ്പഗ്രസ്തോ യഥാപരം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാലത്തെ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.